that this result which I received in this election, this victory, does not belong to me. It belongs to all of you. It was your hard work. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ വിജയത്തിന്റെ അവകാശം അത് എനിക്കല്ല, നിങ്ങളെ പോലുള്ള ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിച്ച പ്രവർത്തകരുടെ വിജയമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു. And you must understand, I'm sure you understand it in your own ways, but you must understand that today the fight that we are fighting, the fight that all of you are fighting, is not just a fight for our own politics or our own ideas. It is a fight for the Constitution of India, for the essence of India, for everything that makes our nation what it is today. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുമുണ്ട്, ഈ പോരാട്ടം നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മുടെ ആശയങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമല്ല. നമ്മുടെ ഈ പോരാട്ടം ഇന്ന് നടക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ഇന്ത്യയുടെ ആശയത്തിന്റെ അന്തസ്സത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. It is probably for the first time in the history of our nation that we have a government which is working to weaken the constitution and to weaken democracy. നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെ ദുർബലപ്പെടുത്താനും അതിനെ നശിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നു. So you are not just soldiers and warriors for the UDF. You are soldiers and warriors for the soul of India. അതുകൊണ്ട് നിങ്ങൾ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രം പോരാളികളല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ആത്മാവിന്റെ പോരാളികളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. It is through you that people will understand the truth about what is going on in our country. Through you that people will understand that we are fighting for their rights, for them to be stronger, for our constitution. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നറിയുന്നത് നിങ്ങളിലൂടെയായിരിക്കും. ഈ രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ സംബന്ധിച്ച്, ഈ ഭരണഘടന സംരക്ഷിക്കാൻ നടത്തേണ്ട പോരാട്ടത്തെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളിലൂടെ ആയിരിക്കും. And equally, it is through you that the voice of the people will be carried to us and we will be able to represent it better in Parliament and in the Assembly. അതുപോലെ തന്നെ നിങ്ങളിലൂടെ തന്നെയാണ് ജനങ്ങളുടെ ശബ്ദം നമ്മളിലേക്ക് എത്തുന്നത്, നേതൃത്വത്തിലേക്ക് എത്തുന്നതും. ആ ശബ്ദത്തെ നമുക്ക് ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭയിലും ഉൾപ്പെടെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കാൻ കഴിയുന്നതും നിങ്ങളിലൂടെ തന്നെയായിരിക്കും. I know that the election results were not only the result of your work during the election campaign. They came the way they did because of your work with Rahul ji for the last 5 years. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ മാത്രമായിട്ടല്ല നമുക്ക് ഇത്തരം ഒരു വിജയം നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമാണ് ഈ വിജയം. So it is because you remain connected to people, because you understand what their issues are, because you bring those issues to us at the right time, that we are able to resolve problems and work properly. നിങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ